ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ മാനമൊക്കെ തെളിഞ്ഞു. എന്തൊരു മഴയായിരുന്നില്ലേ? 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയും തണുപ്പൊക്കെ ആയിരുന്നു. ഇന്നെന്തായാലും ഒരു തോർച്ച കണ്ടപ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം. അപ്പോൾ ഇന്നാണെങ്കിലേ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പയർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക പയർ എല്ലാം കൂടി ചേർത്തിട്ടൊരു മെഴുക്കുവരട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടോ? വെണ്ടയ്ക്കയും പയറും സവാള ഇതെല്ലാം കൂടി ചേർത്തൊരു മെഴുക്കുവരട്ടി. പക്ഷെ കൊള്ളാം കേട്ടോ, അങ്ങനെ സൂപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതായത് കണ്ടു നോക്കൂ. നമ്മൾ ആദ്യം പാൻ അടുപ്പ് വെച്ച് അപ്പോൾ നമ്മൾ ഇതെല്ലാം വെണ്ടയ്ക്ക പയർ സവാള എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പച്ചമുളക് കീറിയിട്ടായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് മെഴുക്കുവരട്ടിക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ എണ്ണ ചൂടായിട്ട് വേണം കേട്ടോ. അപ്പോൾ എണ്ണ ഒരു ടേസ്റ്റിനായിട്ട് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുവറക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പില, ചുമ്മാ ഒരു രസത്തിനൊരു ടേസ്റ്റൊക്കെ ഒന്ന് കൂടാൻ വേണ്ടി. എന്നിട്ട് നമ്മളിത് അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് ഇനി ആവശ്യത്തിന് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. അപ്പം നമ്മൾ വെണ്ടയ്ക്കൊക്കെ വേവിക്കുമ്പം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ലല്ലോ. ഒഴിച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഇങ്ങനെ കുഴകുഴാന്നാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എണ്ണയിൽ കിടന്ന് അതിൻ്റെ ആ വെണ്ടയ്ക്കയുടെ ആ കുഴകുഴുപ്പ് എല്ലാം മാറണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം തീരെ ഒഴിക്കുന്നത്. വെണ്ടയ്ക്ക നമ്മൾ അരിയുന്നതിന് മുമ്പ് തന്നെ വെള്ളം നല്ല തുടച്ച് കളഞ്ഞിട്ടാണ് അരിയുന്നത്. കാരണം ഒട്ടും വെള്ളം ഇരുന്നൂടാ. വെണ്ടയ്ക്ക മെഴുക്കൂട്ടി സുഖമില്ല. പക്ഷേ നമ്മൾ വെള്ളമയം ഒന്നും ഇല്ലാതെ നല്ല എണ്ണയിൽ കിടന്നത് വെന്ത് കഴിഞ്ഞാൽ അതിനത്രയും ടേസ്റ്റുള്ള സാധനം വരെ ഇല്ലയെന്ന് തോന്നും ചിലപ്പോൾ. ഇതാ നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ ചേർത്തു ഇനി അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിക്കണം. നമ്മൾ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ നന്നായിട്ടങ്ങനെ നിരത്തി കൊടുക്കുക. നമുക്ക് തോരാൻ വേണ്ടി നിരത്തി കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. പച്ചമുളക് 1-2 പച്ചമുളക് വേണമെങ്കിൽ കീറിയിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ. പിന്നെ അതിവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ വറ്റൽമുളകും ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ആ വറ്റൽമുളകും ഉള്ളിയും കൂടെ ചതച്ച് വെച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ മെഴുക്കുവരട്ടിക്ക് എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന് തോന്നുന്നു. വറ്റൽമുളക് നമ്മളിങ്ങനെ പൊടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതും കൊച്ചുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചതച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം നല്ല, അതും കറിവേപ്പില എല്ലാം കൂടെ ആകുമ്പോൾ മെഴുക്കുവരട്ടിക്ക് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതൊക്കെ ചേർത്ത് കൊടുത്തു. നമ്മൾ ഉപ്പൊക്കെ നല്ല പരുവത്തിനുണ്ട്. ഇനി അത് മെഴുക്കുവരട്ടി അതവിടെ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞെടുക്കും. കണ്ട നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മാത്രമല്ല, വെണ്ടയ്ക്ക പയർ സവാള മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. വേണമെങ്കിൽ മല്ലിപ്പൊടിയോ മസാലപ്പൊടിയോ ഒക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ പക്ഷേ ഇത് മതിയെന്ന് തോന്നി. ഈ മുളക് പൊടി ഇട്ടപ്പോൾ തന്നെ നല്ല ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ പുതിയ പരീക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്കൊന്ന് ചപ്പാത്തിക്കൊക്കെ വേണമെങ്കിലും കൂട്ടാൻ കൊള്ളാമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് നല്ല ടേസ്റ്റ്. ചപ്പാത്തിക്ക് വേണമെങ്കിൽ കുറച്ച് മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ.